കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 25, 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടത്ത് വശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കൊണ്ട് സന്ദർശിച്ചതെപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനായി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവ സ്നേഹം അനുഭവിച്ച നമ്മൾ അത് സഹോദര സ്നേഹത്തിലൂടെയാണ് പൂർത്തീകരിക്കേണ്ടതെന്നും അൾത്താരയിൽ ആരംഭിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ അയൽവാസികളിൽ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നും അവരോടുള്ള സ്നേഹത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്നും ഇന്നത്തെ സുവിശേഷവും ആദ്യ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉപവാസവും നോമ്പൊക്കെ നമ്മളെടുക്കും. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഒത്തിരി ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നവരാണ്. യോഹന്നാൻസിലെ പറയുന്നൊരു കാര്യമുണ്ട്, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയും കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു എന്നാണ് വചനം പറയുക. അപ്പോൾ ദൈവസ്നേഹത്തിൽ ആരംഭിച്ച് അത് സഹോദര സ്നേഹത്തിൽ അവസാനിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം നമ്മുടെയൊക്കെ ആലോചനകളെ, നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലായിരിക്കും കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ കർത്താവ് ആകെ ചോദിച്ച ചില ചോദ്യങ്ങൾ, ഒന്ന്,
ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, എനിക്ക് കുടിക്കാൻ തന്നോ? വിശക്കുന്നവനായിരുന്നു, എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, സന്ദർശിച്ചോ? രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ? പരദേശിയായിരുന്നു, നീ എന്നെ സ്വീകരിച്ചോ? 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നുള്ളൂ, വേറൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരുവൻ പറഞ്ഞു, ഇതെല്ലാം ചെയ്തവൻ പറഞ്ഞു, ഞാൻ എപ്പോഴാ ഇതൊക്കെ ചെയ്തേ? പറഞ്ഞു, എളിയവരിൽ ഒരുവന്, ഈ സഹോദരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇനി നാം ചെയ്ത പ്രവർത്തികൾക്കുള്ള പ്രതിഫലം കർത്താവിൽ നിന്നും സ്വീകരിക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവനും പാപം ചെയ്യുന്നു എന്നാണ് യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അനുതാപ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഇങ്ങനെയാണ്: വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാത്തൊരു പാപമാണ് ചെയ്യേണ്ട നന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നത്, ഉപേക്ഷ എന്ന പാപം. രണ്ടാമത് ചോദിച്ചു, ഞാൻ നിന്നെ എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടേ? ഞാൻ നിന്നെ എപ്പോഴാണ് ദാഹിക്കുന്നവനായി കണ്ടേ? ഞാൻ നിന്നെ എപ്പോഴാണ് നഗ്നനായി കണ്ടത്, കാരാഗ്രഹത്തിൽ കണ്ടത്, രോഗിയായി കണ്ടത്, പരദേശിയായി കണ്ടത്? എളിയവരിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നതെന്ന കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഉപേക്ഷയാലുള്ള പാപവും കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ് പ്രധാനപ്പെട്ടത്. സ്നേഹിക്കാൻ പഠിച്ചോ? സഹോദരെ, ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത സഹോദര സ്നേഹത്തിലേക്ക് ഊന്നി നിൽക്കുന്നു എന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, സഹോദരനെ സ്നേഹിക്കാൻ പഠിക്കാത്തവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഇവിടെ പ്രാർത്ഥനയുടെ അളവല്ല, സ്നേഹത്തിൻ്റെ അളവാണ് സ്വർഗത്തിന് നമ്മളെ അവകാശികളാക്കുന്നത്. എത്രമാത്രം നമുക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്നോ, എത്രമാത്രം നമുക്ക് പഠനമുണ്ടെന്നോ, സമ്പത്തുണ്ടെന്നോ, വിദ്യാഭ്യാസം ഉണ്ടെന്നോ, ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഇവിടെ എങ്ങും നമ്മൾ കാണുന്നില്ല കർത്താവ് ഒരാളുടെ അടുത്ത്, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, നിനക്ക് സമ്പത്തുണ്ടോ, നിനക്ക് കഴിവുണ്ടോ, ഇതൊന്നും കർത്താവ് ചോദിക്കുന്ന കാണുന്നില്ല. അപ്പോൾ കർത്താവ് തൻ്റെ അന്ത്യവിധിയുടെ കാലഘട്ടങ്ങളിൽ നാം കർത്താവിൻ്റെ മുമ്പിൽ വിധിക്കപ്പെടാനായി നിൽക്കുന്ന സമയത്ത് കർത്താവ് ചോദിക്കുന്നത് സഹോദരനെ സ്നേഹിച്ചുവോ എന്നുള്ള ചോദ്യമാണ്. അപ്പം അതിന് നിരന്തരം നിരവധിയായ സാഹചര്യങ്ങൾ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. സാഹചര്യങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ വിശക്കുന്നവരുണ്ട്. ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമല്ലോ വിശപ്പ്, ശരീരത്തിൻ്റെ ദാഹം മാത്രമല്ലല്ലോ ദാഹം. ആത്മാവിൻ്റെ വിശപ്പുള്ളവരുണ്ട്, വൈകാരികമായ വിശപ്പ് ദാഹമുള്ളവരുണ്ട്, സ്നേഹത്തിന് വേണ്ടി വിശക്കുന്നവരുണ്ട്, ഒരു കരുതലിനും ഒരു സ്പർശനത്തിനും വേണ്ടി വിശക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തന്നെ പടിവാതിക്കൽ കിടക്കുന്ന ലാസറിനെ അവഗണിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ പടിവാതിക്കൽ കിടക്കുന്ന ലാസറിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്നാൽ, അവനെ അവഗണിച്ചാൽ, വചനത്തിൽ നാം കാണുകയാണ് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നാം ദാഹിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ സുവിശേഷമാണ് എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കായനോട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? ആദ്യം ആദത്തോട് ചോദിച്ചു, നീ എവിടെയാണ്? പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്നും സഹോദര സ്നേഹത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ കർത്താവ് നീ എവിടെയാണ്, നിന്റെ സഹോദരൻ എവിടെയാണ് എന്നുള്ള ചോദ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ കരുതാനും സ്നേഹിക്കാനുള്ള വിളി സ്വർഗം നമുക്ക് തരുന്നുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് ഈ നോമ്പുകാലം പരിശുദ്ധമാകുന്നത്. അതുകൊണ്ട് നമുക്ക് നിരവധിയായ സാഹചര്യങ്ങളുണ്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ. നമ്മൾ നോമ്പ് നോക്കി ഉപവാസം എടുത്ത്, അതുകൊണ്ട് അവരിന് എന്ത് നന്മയുണ്ട്? ഞാനൊരു നേരം ഭക്ഷിക്കാതിരുന്ന കൊണ്ട് അവരിന് എന്ത് ഉപകാരമുണ്ട്? അതുകൊണ്ട് അവര് നേരത്തെ ഭക്ഷണം അവരിന് കൊടുക്കുവാണെങ്കിൽ, ഞാൻ വിശപ്പ് എടുക്കുമ്പോൾ അത് അവരെൻ്റെ വിശപ്പകറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപകാരമുള്ളൂ. ഞാനിവിടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ മുറികളിൽ, നമ്മുടെ അലമാരകളിലൊക്കെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഉപയോഗിക്കാത്ത ഉടുപ്പിരിപ്പുണ്ടോ? അതിനുപയോഗിക്കാനൊന്നും പോകുന്നില്ല. എന്ന് മാത്രമല്ല, അത് നമുക്ക് അത്ര കണ്ട് ഉപയോഗപ്രദമല്ല. അതൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. നമ്മൾ വെറുതെ വെച്ച് നശിപ്പിച്ച് കളയുക.
നമുക്ക് ആവശ്യത്തിലുണ്ട്, ആവശ്യത്തിലധികമുണ്ട്, എന്നാലും നമ്മൾ കൊടുക്കുകയല്ല. അതവിടെ വെച്ച് മരിക്കുമ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് കുഴിയിലിടും. എത്രയോ പാവപ്പെട്ടവരുണ്ടെന്നറിയാം. നമ്മൾ ഉപയോഗിച്ച വസ്ത്രത്തിന് വേണ്ടി, ഉപയോഗിച്ച് പുതിയതൊന്നും മേടിച്ചു കൊടുക്കല്ല, ഉപയോഗിച്ച വസ്ത്രത്തിന് വേണ്ടി കൈനീട്ടുന്നവർ ഈ ഭവനത്തിൽ വരുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ കുഴപ്പമില്ല, കാരിസ്മേന്റ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തേര്. അത് ചോദിച്ചു വരുന്നവരുണ്ട്. അച്ഛാ 1 കിലോ അരി തരാമോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണമില്ലാതെ 1-2 ദിവസമായിട്ട് ഒന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല, അരി മേടിക്കാൻ കാശില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കാരിസ്മേന്റ് ഓഫീസിൽ വന്ന് കൈനീട്ടുന്നുള്ള എത്രയോ പേരാ വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കരങ്ങളിലൂടെ അപരനിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ ചാനലുകളായി മാറുന്നിടത്താണ് നമ്മുടെ ഈ നോമ്പ് കാലത്തിനൊക്കെ പ്രയോജനമുള്ളൂ. നമ്മളിലേക്ക് തന്നെ ഒതുങ്ങാനാണെങ്കിൽ നോമ്പുകാലത്തിനൊരർത്ഥമില്ല. കർത്താവിൻ്റെ കുരിശുമരണത്തിന് അർത്ഥം വന്നത് അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ കാൽവരിയിൽ ബലിയായി തീർന്നത്. അതുകൊണ്ട് ഈ ബലിയർപ്പണം അത് പൂർണ്ണമാകുന്നത് നമ്മൾ സഹോദരങ്ങളിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നിടത്താണ്. ഈ കൃപ ഈ ബലിയിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.